കേരളം ഇന്ത്യയുടെ തലസ്ഥാനമായി മാറുകയാണെങ്കിൽ ഈ മാറ്റം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ഘടനയിൽ നാടകീയമായ പരിവർത്തനത്തിന് കാരണമാകും. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറുതെങ്കിലും തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനമായ കേരളം എല്ലായ്പ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സവിശേഷമായ ഭാഗമാണ്. ഉയർന്ന സാക്ഷരതാ നിരക്ക്, പുരോഗമന സാമൂഹിക സൂചകങ്ങൾ, വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകം, സുസ്ഥിരമായ രാഷ്ട്രീയ കാലാവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ട സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിൻ്റെ ഉയർച്ച രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തെ മാറ്റിമറിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക പാതയെയും ആഗോള സ്ഥാനത്തെയും പുനർനിർവചിക്കുകയും ചെയ്യും. കേരളം തലസ്ഥാനമായി മാറുമെന്ന ആശയം ചിലത് പ്രവചനാതീതവും മറ്റുള്ളവ ഊഹക്കച്ചവടവുമായ നിരവധി മാറ്റങ്ങൾക്ക് തുടക്കമിടും. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മാറുമ്പോൾ ഇന്ത്യ അതിൻ്റെ ഭരണപരമായ പ്രക്രിയകളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഐഡന്റിറ്റിയിലും പോലും ഗണ്യമായ മാറ്റത്തിന് വിധേയമാകും. ചരിത്രപരമായി ന്യൂഡൽഹിയിൽ നിശ്ചയിച്ചിരുന്ന തലസ്ഥാനം മാറ്റുക എന്ന ആശയം ലളിതമായ കാര്യമല്ല. ഇന്ത്യയുടെ മധ്യ പ്രാന്ത ബന്ധങ്ങളുടെ പുനർമൂല്യനിർണ്ണയം, അധികാരത്തിൻ്റെ പുനർവിതരണം, രാജ്യത്തിൻ്റെ തന്ത്രപരമായ സഖ്യങ്ങളിലെ മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ അഗാധമായ പ്രത്യാഘാതങ്ങൾ ഇത് വഹിക്കുന്നു. കേരളം തലസ്ഥാനമായി തീരുന്നതിൻ്റെ പെട്ടെന്നുള്ള അനന്തരഫലങ്ങൾ ശ്രദ്ധാപൂർവമുള്ള ആസൂത്രണവും വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ നവീകരണവും ലോജിസ്റ്റിക്സ് ഏകോപനവും ആവശ്യമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥലം മാറ്റമായിരിക്കും. രാഷ്ട്രപതി ഭവൻ, പാർലമെൻറ്റ് മന്ദിരം, പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ, വിവിധ മന്ത്രാലയങ്ങൾ എന്നിവയുടെ ഓഫീസുകൾ തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന നിലവിലെ തലസ്ഥാനമായ ന്യൂഡൽഹി വളരെ കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഹൃദയമാണ്. ഈ ഓഫീസുകൾ കേരളത്തിലേക്ക് മാറ്റുന്നത് പുതിയ സർക്കാർ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, സുരക്ഷിതമായ ആശയവിനിമയ ശൃംഖലകൾ സ്ഥാപിക്കുക, എല്ലാ ഫെഡറൽ ഭരണപരമായ പ്രവർത്തനങ്ങൾക്കും ഒരു കേന്ദ്ര ഹബ്ബ് സൃഷ്ടിക്കുക എന്നിവ ഉൾക്കൊള്ളുന്നു. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ തലസ്ഥാനമായ തിരുവനന്തപുരം പുതിയ ഭരണകേന്ദ്രമായി മാറിയേക്കാം. എന്നാൽ കൊച്ചി, കോഴിക്കോട് പോലുള്ള മറ്റു നഗരങ്ങളോ അല്ലെങ്കിൽ പുതിയ നഗരവികസന മേഖലയോ പോലും പരിഗണിക്കാം. കാരണം കേരളത്തിൽ ദ്രുതഗതിയിലുള്ള വിപുലീകരണത്തിന് സാധ്യതയുള്ള നിരവധി നന്നായി ബന്ധിപ്പിച്ച നഗര കേന്ദ്രങ്ങളുണ്ട്. ഭരണകേന്ദ്രങ്ങൾ മാറ്റുന്നതിനുള്ള ചുമതല ഗതാഗത സംവിധാനങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ, ഹൈവേ പോലുള്ളവ, തൊഴിലാളികൾക്കും സർക്കാർ ഓഫീസുകൾക്കുമുള്ള പാർപ്പിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ നിക്ഷേപം ആവശ്യപ്പെടും. ഭരണത്തിന്റെ കാര്യത്തിൽ ഈ വർദ്ധിച്ച കേന്ദ്ര ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നതിന് കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തെ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. താരതമ്യേന കാര്യക്ഷമവും സുസ്ഥിരവുമായ സംസ്ഥാന ബ്യൂറോക്രസിയെ ഉദ്യോഗസ്ഥരുടെയും വിഭവങ്ങളുടെയും വരവ് നിയന്ത്രിക്കുന്നതിന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഭരണവിഭാഗങ്ങളുടെ വലിയ തോതിലുള്ള പുനഃസംഘടന, സർക്കാർ ചുമതലകളുടെ വിതരണം, ഫെഡറൽ സ്റ്റേറ്റ് ഏജൻസികളുടെ സംയോജനം എന്നിവ ആവശ്യമാണ്. കൂടാതെ കേരളത്തിലെ താരതമ്യേന ചെറിയ ഭൂപ്രദേശവും ജനസാന്ദ്രതയും സർക്കാർ ജീവനക്കാർ, വിദേശ നയതന്ത്രജ്ഞർ, മറ്റു പങ്കാളികൾ എന്നിവരുടെ വരവ് ഉൾക്കൊള്ളുന്നതിനായി ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം ആവശ്യമായി വന്നേക്കാം. പുതിയ സർക്കാർ സമുച്ചയങ്ങളുടെ നിർമ്മാണം മുതൽ ഗതാഗത, നഗര അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണം വരെയുള്ള ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ സ്ഥലം മാറ്റം ഒരു ചെലവേറിയ സംരംഭമായിരിക്കും. ഈ പ്രക്രിയ പ്രാദേശിക അസമത്വങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഗ്രാമീണ കേരളത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും നഗരവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ആശങ്ക ഉയർത്തും. കേരളത്തിൻ്റെ പ്രകൃതി വിഭവങ്ങളും പരിമിതമായ ഭൂമിയുടെ ലഭ്യതയും വനനശീകരണം, ജലവിതരണം, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പാരിസ്ഥിതിക ആശങ്കകൾക്ക് കാരണമാകും. ഈ വെല്ലുവിളികൾക്ക് ശ്രദ്ധാപൂർവമുള്ള മാനേജ്മെന്റും തന്ത്രപരമായ ആസൂത്രണവും ആവശ്യമാണ്. തലസ്ഥാന സ്ഥലത്തിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനം ഇന്ത്യക്കുള്ളിൽ അധികാര വികേന്ദ്രീകരണത്തിന് കാരണമാകും. നിലവിലുള്ള രാഷ്ട്രീയ തലസ്ഥാനം എന്ന നിലയിൽ ഡൽഹി രാജ്യത്തിന്റെ രാഷ്ട്രീയ ബ്യൂറോക്രാറ്റിക് തീരുമാനമെടുക്കലിന്റെ കേന്ദ്രമാണ്. കേരളത്തിന്റെ പുതിയ പദവി രാജ്യത്തിനകത്ത് അധികാരം വിതരണം ചെയ്യുന്ന രീതി പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതമാക്കും. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാന വശങ്ങളിലൊന്ന് കേന്ദ്ര സംസ്ഥാന ശക്തികൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്കുള്ള കേരളത്തിന്റെ ഉയർച്ച കൂടുതൽ വികേന്ദ്രീകൃത മാതൃകയിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഈ പുതിയ ക്രമീകരണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ സ്വയംഭരണത്തിൽ വർധനവ് കാണാൻ കഴിയും. കാരണം തലസ്ഥാനത്തേക്കുള്ള കേരളത്തിൻ്റെ ഉയർച്ച കൂടുതൽ തുല്യമായ അധികാര വിതരണത്തിനുള്ള സാധ്യത എടുത്തു കാണിക്കും. ഉദാഹരണത്തിന് ശക്തമായ പ്രാദേശിക സ്വത്വവും സ്വതന്ത്ര രാഷ്ട്രീയ ശബ്ദങ്ങളുമുള്ള തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുന്നതായി കണ്ടെത്തിയേക്കാം. ഇന്ത്യയുടെ അധികാര ചലനാത്മകത പ്രാദേശിക ശബ്ദങ്ങൾക്ക് അനുകൂലമായി മാറുകയും സഹകരണ ഫെഡറലിസം എന്ന ആശയം ശക്തിപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയം
സജീവ ട്രേഡ് യൂണിയനുകൾ, പുരോഗമന സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സാന്നിധ്യമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം ദേശീയ രാഷ്ട്രീയ വ്യവഹാരത്തെ അനിവാര്യമായും സ്വാധീനിക്കും. ഇടതുമുന്നണി സർക്കാർ വിജയിച്ച അതുല്യമായ ജനാധിപത്യ സോഷ്യലിസവും തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുമുള്ള കേരളം ദീർഘകാലമായി രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ കേന്ദ്രമാണ്. കേരളത്തിന്റെ സാമൂഹിക പരിഷ്കാരങ്ങളുടെ ചരിത്രം, പുരോഗമന വിദ്യാഭ്യാസ നയങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ തലസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ രൂപപ്പെടുത്തും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ വലിപ്പം താരതമ്യേന ചെറുതാണെങ്കിലും തലസ്ഥാനം മാറ്റുന്നത് കാര്യക്ഷമമായ ഭരണത്തിനും പ്രാധാന്യം നൽകും. ഒരു ചെറിയ സംസ്ഥാനത്ത് അധികാര കേന്ദ്രീകരണം ദേശീയ നയരൂപീകരണക്കാരെ കൂടുതൽ കാര്യക്ഷമമായ തീരുമാനമെടുക്കൽ പ്രക്രിയകൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും കൂടുതൽ വേഗമേറിയതും പ്രതികരിക്കുന്നതുമായ ഒരു സർക്കാരിനെ സൃഷ്ടിക്കുകയും ചെയ്യും. കേരളത്തിന്റെ കരുത്തുറ്റ പ്രാദേശിക ഭരണ സംവിധാനങ്ങളും വികേന്ദ്രീകൃത രാഷ്ട്രീയ ഘടനകളും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു രൂപരേഖ നൽകുകയും ഫെഡറലിസം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ ആശയങ്ങൾക്ക് കാരണമാകുകയും ചെയ്തേക്കാം. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വൈവിധ്യമാർന്ന സമൂഹവും തലസ്ഥാന സംസ്ഥാനമായി അതിന്റെ പരിവർത്തനത്തിന്റെ മൂലക്കല്ലായിരിക്കും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളുടെ സവിശേഷമായ സംയോജനത്താൽ രൂപപ്പെട്ട കേരളത്തിന്റെ സാംസ്കാരിക സ്വത്വം അതിന്റെ സാമൂഹിക ഘടനയുടെ പ്രധാന ഘടകമാണ്. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും മതേതര കാഴ്ചപ്പാടും ചേർന്ന് ഇന്ത്യയുടെ ദേശീയ സ്വത്വത്തെ പുനർനിർവചിക്കാൻ സാധ്യതയുണ്ട്. അധികാര കേന്ദ്രം കേരളത്തിലേക്ക് മാറുമ്പോൾ സംസ്ഥാനത്തിന്റെ പുരോഗമന സാമൂഹിക നയങ്ങൾ ദേശീയ വേദിയിൽ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഉയർന്ന സാക്ഷരതാ നിരക്ക്, സാമൂഹിക ക്ഷേമ പരിപാടികൾ, ലിംഗസമത്വത്തോടുള്ള പ്രതിബദ്ധത എന്നിവയ്ക്ക് പേരുകേട്ടതാണ് കേരളം. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹിക നീതി എന്നിവയ്ക്ക് സംസ്ഥാനം നൽകുന്ന ഊന്നൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അതിന്റെ സാമൂഹിക നയങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ പ്രചോദിപ്പിക്കും. സമഗ്ര വളർച്ച, പാരിസ്ഥിതിക സുസ്ഥിരത, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെയും അർഹതയില്ലാത്ത പ്രദേശങ്ങളുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന വിധത്തിൽ ദേശീയ നയ തീരുമാനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയും. പുരോഗമന നയങ്ങൾക്ക് പുറമെ രാജ്യത്തിന്റെ സ്വത്വം രൂപപ്പെടുത്തുന്നതിൽ കേരളത്തിന്റെ സാംസ്കാരിക ഭൂപ്രകൃതി സ്വാധീനം ചെലുത്തും. സംസ്ഥാനത്തിന്റെ സമ്പന്നമായ സാഹിത്യ പാരമ്പര്യം, ഊർജ്ജസ്വലമായ സിനിമാ വ്യവസായം, കഥകളി പോലുള്ള ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ, ഐക്കണിക് സംഗീത പാരമ്പര്യങ്ങൾ എന്നിവയ്ക്ക് ദേശീയ അന്തർദേശീയ അംഗീകാരത്തിൽ ഉയർച്ച കാണാൻ കഴിഞ്ഞു. കേരളത്തിന്റെ കലയ്ക്കും സാംസ്കാരിക സമ്പ്രദായങ്ങൾക്കും ഒരു ഉത്തേജനം ലഭിക്കുകയും അത് രാജ്യത്തിന്റെ സാംസ്കാരിക നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറുകയും ചെയ്തു. ഒരു പുതിയ രാഷ്ട്രീയ തലസ്ഥാനം എന്ന നിലയിൽ പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള വിടവ് നികത്തുകയും കലയിലെ ആഗോള പ്രവണതകൾ സ്വീകരിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പൈതൃകം സംരക്ഷിക്കുകയും ചെയ്യുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വികസനം കേരളം പ്രോത്സാഹിപ്പിച്ചേക്കാം. അതേസമയം സിവിൽ സർവീസുകാർ മുതൽ അന്താരാഷ്ട്ര ബിസിനസ് നേതാക്കൾ, നയതന്ത്രജ്ഞർ, അക്കാദമിക് വിദഗ്ധർ വരെയുള്ള പുതിയ ജനസംഖ്യയുടെ വരവ് കേരളത്തിന്റെ നിലവിലുള്ള സാംസ്കാരിക ഭൂപ്രകൃതിയെ സമ്പന്നമാക്കുന്ന സാംസ്കാരിക കൈമാറ്റത്തിന് കാരണമാകും. ഇത് കൂടുതൽ കോസ്മോപൊളിറ്റൻ സമൂഹത്തിലേക്ക് നയിച്ചേക്കാം. അവിടെ ഇന്ത്യയുടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശയങ്ങളും സമ്പ്രദായങ്ങളും സംസ്ഥാനത്തിന്റെ വളരുന്ന സാംസ്കാരിക ചൈതന്യത്തിന് സംഭാവന നൽകുന്നു. തലസ്ഥാനം എന്ന നിലയിൽ അതിന്റെ പങ്ക് ഏറ്റെടുക്കുമ്പോൾ കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഗണ്യമായ പരിവർത്തനത്തിന് വിധേയമാകും. മാനവ വികസന സൂചകങ്ങളിൽ കേരളം തുടർച്ചയായി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും വ്യാവസായിക വികസനത്തിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണ്. കേന്ദ്ര ഗവൺമെന്റിനെ കേരളത്തിലേക്ക് മാറ്റുന്നത് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ, ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ വളരെ ആവശ്യമായ ഉത്തേജനം നൽകും. ഈ മാറ്റം ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്നും അന്താരാഷ്ട്ര ബിസിനസ്സുകളിൽ നിന്നുമുള്ള നിക്ഷേപത്തിൽ കുതിച്ചുചാട്ടത്തിന് കാരണമാകും. കേരളത്തിലെ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, നന്നായി വികസിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്നിവ ഹൈടെക് വ്യവസായങ്ങൾ, ഗവേഷണം, വികസനം, ഇന്ത്യയുടെ വളരുന്ന വിപണികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഗോള കമ്പനികൾ എന്നിവയ്ക്ക് ആകർഷകമായ ലക്ഷ്യസ്ഥാനമായി മാറ്റും. അറബിക്കടലിന്റെ സാമീപ്യവും വികസിത അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളതിനാൽ കൊച്ചിക്ക് വ്യാപാരം, ബിസിനസ്, സാങ്കേതിക വിദ്യ എന്നിവയുടെ പ്രാദേശിക കേന്ദ്രമായി മാറാൻ കഴിയും. അതേസമയം വളർന്നുവരുന്ന IT മേഖലയിലൂടെ തിരുവനന്തപുരത്തിന് നവീകരണത്തിനും സ്റ്റാർട്ടപ്പുകൾക്കുമുള്ള ഒരു പ്രധാന കേന്ദ്രമായി മാറാൻ കഴിയും. വളരുന്ന തലസ്ഥാന നഗരത്തെ പിന്തുണയ്ക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും കേരളീയർക്കും പുറത്തു നിന്നുള്ളവർക്കും ഒരുപോലെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും. കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തനങ്ങൾക്കും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിനും വേണ്ടി കേരളം നിരന്തരം വാദിക്കുന്നതിനാൽ സുസ്ഥിര വികസനം, ഹരിത സാങ്കേതിക വിദ്യകൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഈ സാമ്പത്തിക പരിവർത്തനം സാധ്യമാകും. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തലസ്ഥാന സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിന്റെ ഉയർച്ചയ്ക്ക് കഴിയും.
എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ സാമ്പത്തിക കേന്ദ്രമെന്ന നിലയിൽ കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനം, പ്രത്യേകിച്ചും ഭൂമി ഏറ്റെടുക്കൽ, നഗരവൽക്കരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. സംസ്ഥാനത്തിന്റെ ചെറിയ വലിപ്പവും ഉയർന്ന ജനസാന്ദ്രതയും വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അതിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തിയേക്കാം. അതിനാൽ തലസ്ഥാനം മാറ്റുന്നതിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ വൈവിധ്യമാർന്ന ജൈവ വൈവിധ്യങ്ങളുടെ ആവാസ കേന്ദ്രമായ കേരളത്തിന്റെ അതുല്യമായ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണവുമായി സന്തുലിതമാക്കണം. അന്താരാഷ്ട്ര തലത്തിൽ തലസ്ഥാന രാജ്യമെന്ന നിലയിൽ കേരളത്തിന്റെ പുതിയ പങ്ക് ഇന്ത്യയുടെ നയതന്ത്ര നിലപാടിൽ മാറ്റം വരുത്തും. ഗൾഫ് രാജ്യങ്ങളുമായുള്ള കേരളത്തിന്റെ ചരിത്രപരമായ ബന്ധവും അവിടുത്തെ വലിയ പ്രവാസി ജനസംഖ്യയും സാമൂഹിക ക്ഷേമത്തിനും പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും ഊന്നൽ നൽകുന്നതും വിദേശത്ത് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് അനുയോജ്യമായ അംബാസഡറായി മാറും. സംസ്ഥാനത്തിന്റെ ആഗോള പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, തെക്ക് കിഴക്കൻ ഏഷ്യ, പടിഞ്ഞാറ് എന്നിവിടങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നയ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം, വിദ്യാഭ്യാസ സമ്പ്രദായം, പുരോഗമന സാമൂഹിക നയങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തി മറ്റു രാജ്യങ്ങളുമായി ശക്തമായ നയതന്ത്ര ബന്ധം കെട്ടിപ്പടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ സംരംഭങ്ങളിൽ കേരളത്തിന് ഒരു പ്രധാന പങ്കാളിയാകാനും കഴിയും. കേരളം ഇന്ത്യയുടെ തലസ്ഥാനമായി തീരുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ഭൂപ്രകൃതിയിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ മാറ്റം അധികാരത്തിന്റെ വികേന്ദ്രീകരണം, സമഗ്രമായ വളർച്ചയ്ക്ക് കൂടുതൽ ഊന്നൽ, സുസ്ഥിരതയിലും സാമൂഹിക നീതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവ പ്രോത്സാഹിപ്പിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ, മാനവ വിഭവശേഷി, ഭരണം എന്നിവയിൽ ഗണ്യമായ നിക്ഷേപം ഉണ്ടായാൽ ഈ പ്രക്രിയ വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ലെങ്കിലും തലസ്ഥാന സംസ്ഥാനമായി കേരളം മാറുന്നത് ഇന്ത്യയുടെ ഭാവിയെ പുനർവിചിന്തനം ചെയ്യാനുള്ള സവിശേഷമായ അവസരം നൽകും. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത, പുരോഗമന സാമൂഹിക നയങ്ങൾ, ഊർജ്ജസ്വലമായ സംസ്കാരം എന്നിവ രാജ്യത്തിന് ഒരു മാതൃകയായി വർത്തിക്കുകയും കൂടുതൽ സന്തുലിതവും ഉൾക്കൊള്ളുന്നതും മുന്നോട്ടുള്ളതുമായ ഇന്ത്യയെ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ വീഡിയോ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.